ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നും എത്തി. ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണെന്ന് എല്ലാവർക്കും അറിയില്ല. എല്ലാ ദിവസവും നല്ലതാണ്. എന്നാലും ജൂൺ 19 വായനാ ദിനം അതെല്ലാവർക്കും വായിക്കുന്നവർക്കൊക്കെ ഒരു വല്ലാത്തൊരു ദിവസമാണ്. അപ്പം നമുക്കിന്ന് ജൂൺ 19 നമുക്ക് ആ ഒരു വായനാശീലത്തെ പറ്റി നമുക്കൊന്ന് കുറച്ച് വരികളിലേക്ക് പോകാൻ ഞാൻ ഇന്ന് രാവിലെ എഴുതി. അത് നമുക്ക് 6:30 ഒരു വെബിനാറുണ്ട് ട്രെയിനർമാർ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ട്രെയിനർ ക്ലാസ് എടുത്തത് ഒരു പരീത് സാറാണ്. അപ്പം അദ്ദേഹം പുസ്തകത്തെ പറ്റിയാണ് പരിചയപ്പെട്ടത്. പുസ്തകം എന്ന് പറഞ്ഞാൽ വിത്ത് എന്ന പുസ്തകമാണ്. അതായത് സജി നരിക്കുഴി എഴുതിയ SGS നരിക്കുഴി എഴുതിയ. അപ്പോൾ ആ ബുക്ക് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. FBയിൽ എല്ലാവരും അതിൻ്റെ ഒരു റിവ്യൂ കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാനത് കേട്ടതുകൊണ്ട് ഞാനത് വാങ്ങിച്ചാണ്. പക്ഷേ ഞാൻ പുസ്തകം അങ്ങനെ വായിച്ചില്ല. അപ്പം നമുക്കിന്ന് ഈ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വരികളിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും എൻ്റെ വരികളിലേക്ക് സ്വാഗതം. എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് വരികളിലേക്ക് പോവാം. പുസ്തകമേറെ വാങ്ങി വച്ചു ഞാൻ അലമാരയിൽ അടുക്കി വച്ചു. പുസ്തകമേറെ വാങ്ങിച്ചു ഞാൻ അലമാരയിലൊക്കെ അടുക്കി വച്ചു. പാവമീ പുസ്തക ആത്മാവിൻ വേദന എന്തുകൊണ്ടോ ഞാൻ കേട്ടതില്ല. പുസ്തകമേറെ വാങ്ങി വച്ചു ഞാൻ അലമാരയിൽ അങ്ങടുക്കി വച്ചു. പാവമീ പുസ്തക ആത്മാവിൻ വേദന എന്തുകൊണ്ടോ ഞാനത് കേട്ടതില്ല. എന്നും വരുമെൻ്റെ ചിത്തത്തിൽ ഈ ചിന്ത, ഒരു ബുക്കെടുത്തൊന്നു വായിക്കുവാൻ. ഏറെ എഴുതണമെന്നതും ഏറെ പുസ്തകത്തെ അറിയണമെന്നതും എന്നുമെൻ ചിന്തയിലെത്തിടുമ്പോൾ, വെറുതെ പോയി ഞാൻ അലമാരിത്തട്ടിലെ പുസ്തകമൊന്നു തലോടിടുമ്പോൾ, ഇപ്പോൾ എടുത്തിടുമെന്നെ എന്നെനിക്കു ശ്വാസത്തെ നല്ല രീതിയിൽ ശ്വസിച്ചിടുവാൻ. എന്നവർ ഓർക്കും നിമിഷത്തിൽ ഒന്നുമേ എടുത്തൊന്നു നോക്കിടാതെ ഒന്നു തൊട്ടു തലോടിയ പുസ്തകക്കെട്ടുകൾ അവിടെ ഉപേക്ഷിച്ചു ഞാൻ മാറിടുമ്പോൾ, ഓരോരോ വാക്കുകൾ ആ പുസ്തകത്തിനകത്ത് ഓർത്തോർത്ത് ഏങ്ങിക്കരയാവാം. എന്തിനെന്നെ ഇങ്ങനെ വേദനിപ്പിച്ചിടുന്നു, ഒന്നെടുത്തന്നെ നീ വായിക്കുക. എന്തിനെന്നെ നീ ഇങ്ങനെ വേദനിപ്പിച്ചിടുന്നു, ഒന്നെടുത്തന്നെ നീ വായിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാനൊരൊന്നറിവല്ലേ, എന്നും നിനക്കു ഞാനൊരു മുതൽക്കൂട്ടല്ലേ. ഒന്നുമില്ലെങ്കിലും ഞാനൊരറിവല്ലേ, എന്നു നിനക്കു മുതൽക്കൂട്ടല്ലേ. പുസ്തകമേറെ വാങ്ങി വച്ചു ഞാൻ അലമാരിയിലെല്ലാം അടുക്കി വച്ചു. പാവമീ പുസ്തക ആത്മാവിൻ വേദന എന്തുകൊണ്ടോ ഞാനത് കേട്ടതില്ല. ഇതാണ് ഇന്നത്തെ എൻ്റെ വരികൾ. അപ്പം എല്ലാവരും പുസ്തകങ്ങൾ വായിക്കുക. അപ്പം പുസ്തകത്തിൻ്റെ വേദനയാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. കാരണം നമ്മളെല്ലാവരും പുസ്തകം വായിക്കും. എത്ര പേര് അത് എടുത്ത് വായിക്കുന്നതെന്നറിയില്ല. പക്ഷെ എനിക്ക് പുസ്തകങ്ങളോട് വളരെ ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കും. പക്ഷേ എൻ്റെ അലമാരിയിൽ ഇങ്ങനെ അടുക്കി അവരെ അവിടെ വെക്കും. അപ്പം ഒരു വേദിയിൽ വെച്ചിട്ട് എന്നോട് ഒരു സാറ് ചോദിച്ചു, ജാനകിദാസ് നല്ലോണം പുസ്തകം വായിക്കുന്നുണ്ടാവുമല്ലേ, എങ്കിലല്ലേ ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റും. വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത വരണമെങ്കിൽ നല്ല എഴുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ല നല്ല വായന ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആ സാറോട് പറഞ്ഞു, എൻ്റെ സാറേ, വായന എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തേ ഇല്ല. ഞാൻ പുസ്തകം എൻ്റെ വീട്ടിൽ വന്ന ഇഷ്ടംപോലെ പുസ്തകം കാണാം.
പക്ഷെ അവിടെ ഇരുന്ന ആ ഒരു സങ്കടം ഉണ്ടല്ലോ, ആ പുസ്തകങ്ങളുടെ ആ സങ്കടം അവരെപ്പോഴും എന്നോട് ഇങ്ങനെ വിലപിക്കുന്ന പോലെ എനിക്ക് തോന്നും. കാരണം അത്